ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ സുഹൃത്തുക്കൾക്കും റമളാൻ മുബാറക് കൂടി അറിയിക്കുന്നു. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുത്തല. ഇനി ഞാൻ വന്നിരിക്കുന്നത് പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പയ്ക്ക കറിയായിട്ടാണ് കേട്ടോ. വറുത്തരച്ച കൈപ്പയ്ക്ക കറി. ഇത് തീയലെന്ന് പറയരുത് കേട്ടോ, തീയലല്ലത്. തീയലാകുമ്പോൾ കുറച്ച് കട്ടിയായിട്ട് വളരെ കറുത്ത കളറിലാണ് വരും അതൊക്കെ. ഇതൊരു സ്പെഷ്യൽ കൈപ്പയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക കറിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതൊരു അടിപൊളി കൈപ്പയ്ക്ക കറിയാണ്. ഊണ് കഴിക്കാൻ അതീവ രുചികരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ കാര്യങ്ങൾ അറിയിക്കുക കേട്ടോ, അഭിപ്രായങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ ഒരു വലിയ കൈപ്പയ്ക്ക എന്ന് പറഞ്ഞാൽ 2 കൈപ്പയ്ക്കയിൽ 1.5 കൈപ്പയ്ക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അര കൈപ്പയ്ക്ക ഞാൻ അവിടെ മാറ്റി വെച്ചു. ഇത് അത്യാവശ്യം വലിയ കൈപ്പയ്ക്കയായിരുന്നു. ഒരു മീഡിയം സൈസ് കൈപ്പയ്ക്ക, കാണാനും നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ അത് ഞാനവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞിട്ട് പാൻ വെച്ചിട്ട് ഒരു തുള്ളി പറഞ്ഞാൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, ഒരു 5-8 ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു അരമുറി നാളികേരത്തിൻ്റെ കാട്ടിയും കുറവാണ് കേട്ടോ, 1/3 ഭാഗം എന്ന് പറയാം ഒരു നാളികേരത്തിൻ്റെ. അത് ഞാൻ ഇതിലേക്ക് ഇട്ടു. ഒരു 5-6 വെളുത്തുള്ളി അല്ലി ഇട്ടു. ഇനി ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഈ തേങ്ങ ചെറിയ തീയിൽ വേണം അത് മൂപ്പിച്ചെടുക്കാൻ. നല്ല രീതിയിൽ അത്യാവശ്യം ഒരു മീഡിയം കളറായാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അത് ഏകദേശം ഇത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഓഫ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും ഇതിൻ്റെ ചൂട് കൊണ്ട് കരിയും. ഞാൻ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് വഴറ്റി ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എരിവുള്ളത്, 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി എടുക്കാം. ഒരു ബ്രൗണിഷ് കളറായി വരുന്നത് വരെ നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇതാ ഏകദേശം ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ കളറ്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. നല്ല രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ, പേസ്റ്റ് പോലെ. ചട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അങ്ങനെ കറി വയ്ക്കാനായിട്ട്. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിട്ടു. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കേട്ടോ, ഒരു മണത്തിന് വേണ്ടി മാത്രം. അത് ഇട്ടാൽ കയ്പ്പയ്ക്കല്ല, അതും കയ്പ്പാണ് ഇതും കയ്പ്പാണ്. പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 10-15 ഞാൻ 2 നുറുക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. 2ഉം 3ഒക്കെ ആയിട്ട് നുറുക്കിയിട്ടുണ്ട്. വലിയ കുറച്ചും കൂടെയൊക്കെ വലിപ്പമുള്ള ഉള്ളിയായിരുന്നു ഇപ്പോഴത്തെ ചെറിയ ഉള്ളി. അപ്പോൾ അത് നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കണം. നല്ല രീതിയിൽ വളർന്നു വരണം കേട്ടോ. അതാ ഏകദേശം ഈ കളറായിട്ട് വരണം, ഒന്നുകൂടെ കളറാവുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് വീണ്ടും ഈ തക്കാളിയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞു ചേരുന്നത് വരെ വഴറ്റിക്കൊണ്ടേയിരിക്കുക കേട്ടോ. മീഡിയം ഫ്ലെയിം വെച്ച് വഴറ്റിയാൽ മതി. നമുക്ക് അതിലേക്ക് ഉപ്പ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. വീണ്ടും വഴറ്റാം. നമുക്കതൊന്ന് അടച്ച് വെച്ച് വയ്ക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്നു വരും കേട്ടോ. ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കണം. പക്ഷേ അതിൽ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. 1-2 പ്രാവശ്യം തുറന്ന് നോക്കിയിട്ട് വീണ്ടും വഴറ്റുക. ഞാനിപ്പോൾ അതിൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് തുറന്ന് നോക്കിയിട്ട് വഴറ്റുകയാണ്. ഞാൻ വീണ്ടും ഇത് വഴറ്റിയതിന് ശേഷം അടച്ച് വയ്ക്കും. അങ്ങനെ ഒരു 5 മിനിറ്റ് നേരം തുടരുക കേട്ടോ. ചെറിയ തീ വേണം. വീണ്ടും അടച്ച് വയ്ക്കും. പിന്നെ ടോട്ടൽ 5 മിനിറ്റോളം നമുക്ക് അത് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയെല്ലാം നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം തക്കാളി ഉണ്ട്, നല്ല രീതിയിൽ ഉടഞ്ഞ് ചേർന്ന് വന്നിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് വരുന്നുണ്ട്. അടുത്തായിട്ട് ഈ കൈപ്പയ്ക്ക നമ്മൾ ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ്. ചിലരൊക്കെ കൈപ്പയ്ക്ക സെപ്പറേറ്റ് ആയിട്ട് വറക്കൂട്ട. അത് അങ്ങനെ ഇട്ട് കൊടുക്കുക. ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ. പക്ഷേ ഇപ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ഈ എണ്ണയ്ക്ക് ഇട്ട് കൊടുത്താൽ ഇതിൽ കിടന്നിട്ട് ഇത് അങ്ങനത്തെ ഒരു കറിയാണ്. അപ്പോൾ ഇങ്ങനെ വറുത്താൽ മതി. ഇതിൽ ഒരു 5 മിനിറ്റ് നമ്മൾ വീണ്ടും ജോയിൻ്റ് ആക്കിയിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ എണ്ണയിൽ കിടന്നിട്ട് ഒന്നത് ഫ്രൈ ആയിക്കോളും. ഒന്ന് അടച്ചു വയ്ക്കുക, തുറക്കുക, വീണ്ടും അടച്ചു വയ്ക്കുക, തുറക്കുക. അങ്ങനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെയാവട്ടെ കേട്ടോ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പുളിവെള്ളം, വളരെ കുറച്ച് പുളി വന്നിട്ടോ അതിൽ. അപ്പോൾ കുറച്ച് പുളിവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ച മസാല അതും ഇതിലേക്ക് ചേർക്കുന്നത്.
ഇനി വെള്ളം ഒഴിക്കാതെ തന്നെ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഈ ചൂടിൽ വഴറ്റിയെടുക്കുക. അത്യാവശ്യം തീയൊന്ന് മീഡിയം ആക്കേണ്ട, കുറച്ച് കൂട്ടി വെച്ചോളൂ. ഒന്ന് ഡ്രൈ ആയിക്കോട്ടെ. 2 മിനിറ്റ് നേരം വഴറ്റി. 2 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെ പച്ചമണം അതെല്ലാം നല്ല രീതിയിലാണ് പോയിക്കോളും. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മിക്സിയിൽ കുറച്ചും കൂടെ വെള്ളം എടുത്തിട്ട് അതൊന്ന് കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് 1 സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 സ്പൂൺ ഉപ്പായി. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വെള്ളം കൈപ്പയ്ക്ക വേവാനായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മതിയാവുക തോന്നിയില്ല. നമുക്ക് കൈപ്പയ്ക്ക ഒന്ന് വെന്ത് കിട്ടണല്ലോ. കൈപ്പയ്ക്ക നമ്മളിപ്പോൾ വെറുതെ ഒന്ന് 2-3 മിനിറ്റ് നേരം, ഏറിയ 5 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ടുള്ളൂ. അതിൽ കൈപ്പയ്ക്ക വേവില്ല. ഈ കൈപ്പയ്ക്ക കറുത്ത പച്ച കളറുള്ള കൈപ്പയ്ക്ക് കുറച്ച് വേവ് കൂടും. വെള്ളയാണെന്ന് വെച്ചാൽ വീണ്ടും കുറച്ചുകൂടെ സ്പീഡിൽ വേവും. ഇതിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ ഉപ്പെല്ലാം നോക്കിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ഏകദേശം കുറച്ച് കുറവുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇടാം എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്നാൽ ഇത് തിളച്ച് വരും. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. കൈപ്പയ്ക്ക വെന്തിട്ടുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ നമുക്കൊരു ചെറിയ തീയിലിട്ടൊരു 5 മിനിറ്റും കൂടെ നമുക്ക് വേവിക്കേണ്ടി വരും. അത് ഗ്രേവി നിങ്ങൾ കണ്ടോളൂ. അടിപൊളി ഗ്രേവിയാണ്. ഇത് ഊണ് കഴിച്ചാൽ നിങ്ങൾ കൊണ്ടാന്ന് പറയും. അത്തരത്തിലുള്ളൊരു കറി അത്. ഒരു കാലം ചോറുണ്ടെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിന് പറ്റിയൊരു കറിയാണത്. ഒരു കാലം ഉണ്ടിട്ടില്ലെങ്കിലും ആ ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ നമ്മുടെ കൈപ്പയ്ക്ക് ഒരു ചെറിയ വേവ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടച്ച് വയ്ക്കാം. അത് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഞാൻ ഒരു 5 മിനിറ്റ് നേരം വേവിക്കും. അതിനുശേഷം ഞാൻ തുറന്നു. ഇപ്പോൾ കൈപ്പയ്ക്കൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. പിന്നെ ഇത് ചട്ടിയാണല്ലോ. ഈ ചട്ടിയിൽ കിടന്നിട്ട് അഥവാ കുറച്ച് വേവ് കുറവുണ്ടെങ്കിലും ചട്ടി പെട്ടെന്നൊന്നും ചൂടാറില്ല. ആ ചൂടിൽ കിടന്നിട്ട് ദമ്മായിട്ട് വേവ്. നമ്മളിതിപ്പോൾ തന്നെ കഴിക്കുന്നില്ലല്ലോ. ഒരു അരമണിക്കൂറൊക്കെ വെച്ചതിന് ശേഷമല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് വീണ്ടും ഞാനതിലേക്ക് ഏകദേശം ആയിട്ടാണ്. ഇനി ഇതിലൊന്നും ഇടാല്ല. ഞാൻ ഓഫ് ചെയ്തു. അതിലേക്ക് കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില അത്യാവശ്യം നല്ല ഇട്ടോളൂ. അതിൻ്റെ ഒരു പ്രത്യേക മണം ഈ കൈപ്പയ്ക്ക കറിയിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി കണ്ടോ, നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതാ ഈ പരുവം വേണം കേട്ടോ. കണ്ടമാനം വെള്ളമൊന്നും ആയാലും ഈ കൈപ്പയ്ക്ക കറി ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഈ പരുവത്തിൽ നമുക്ക് എടുക്കാം. നല്ല ഒരു കറിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇതിന് കൈപ്പയ്ക്ക തീയൽ എന്ന് പറയാൻ പറ്റില്ല. കൈപ്പയ്ക്ക വറുത്തരച്ച കറി അല്ലെങ്കിൽ പാവയ്ക്ക വറുത്തരച്ച കറി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കി നോക്കുക. ഇത് കണ്ടിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഉണ്ടാക്കണം. ധൃതി കൂട്ടരുത്. നല്ല രീതിയിൽ വഴറ്റി, ഉള്ളിയെല്ലാം വഴറ്റി, കൈപ്പയ്ക്കെല്ലാം അതിൽ വഴറ്റി, മസാലയൊക്കെ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞ മാതിരി ഇട്ടിട്ട് നോക്കിയിട്ട് കറി ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഊണ് കഴിക്കാൻ നല്ലൊരു വിഭവമാണ് ഈ കൈപ്പയ്ക്ക കറി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. 1000 സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടി പ്രാർത്ഥിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനോ ജനാർദ്ദനൻ മൂക്കുതല. Bye.